ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമനേയിക്ക് മുഖത്തും കാലിനും ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഇയാൾക്ക് ഒരു കണ്ണുകൂടെ നഷ്ടപ്പെട്ടു എന്ന വാർത്ത കൂടി വരികയാണ്. പിതാവായ അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട ആക്രമണത്തിൽ തന്നെയാണ് മുജ്തബ ഖമനേയിക്കും പരിക്കേറ്റതെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഫെബ്രുവരി 27 നടന്ന ഇസ്രയേൽ US സഖ്യ വ്യോമാക്രമണത്തിലാണ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. അന്ന് ഇവിടെ വെച്ച് മുജ്തബ ഖമനേയിയുടെ മുഖത്തിന് ഗുരുതരമായ പരിക്കേറ്റെന്നും ഒരു കാൽ നഷ്ടപ്പെട്ടെന്ന സംശയിക്കുന്നതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവായി മുജ്തബ ഖമനേയി അധികാരമേറ്റത്. ഗുരുതര പരിക്കേറ്റെങ്കിലും മുജ്തബ ഖമനേയി ഭരണപരമായ തീരുമാനങ്ങളിൽ ഭാഗമാകുന്നുവെന്നാണ് വിവരം. പക്ഷേ പൊതുവേദിയിൽ അദ്ദേഹം ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. ഓഡിയോ കോൺഫറൻസുകൾ വഴിയും രേഖാമൂലമുള്ള സന്ദേശങ്ങൾ വഴിയുമാണ് അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഔദ്യോഗികമായി ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. US ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാന്റെ നേതൃത്വത്തിൽ വലിയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംഘർഷത്തിന് വെടിനിർത്തലായതോടെ ഇറാനെ കാത്ത് ലോട്ടറി ഉണ്ട്. കാരണം ഉപരോധങ്ങളെ തുടർന്ന് മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകാൻ US സമ്മതം അറിയിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖത്തറിലും മറ്റ് വിദേശ ബാങ്കുകളിലുമുള്ള ആസ്തികളാണ് വിട്ടു നൽകുക എന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. USുമായി കരാറിലെത്തുന്നതിന്റെ ഗൗരവം വ്യക്തമാകുന്നതാണ് ഈ തീരുമാനമെന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. സമാധാന കരാറിൽ ഇറാന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണം എന്നത്. ഇക്കാര്യത്തിൽ USന്റെ സമ്മതം ലഭിച്ചതായാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇക്കാര്യം US ഉദ്യോഗസ്ഥർ നിഷേധിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിത സഞ്ചാരവുമായി ഈ തീരുമാനത്തിന് നേരിട്ട് ബന്ധമുണ്ടെന്നും ഇത് ചർച്ചയിലെ പ്രധാന വിഷയങ്ങളിലൊന്നായിരിക്കുമെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഖത്തറിലുള്ള ഇറാന്റെ മരവിപ്പിച്ച $6 മില്യൺ ആസ്തിയാണ് വിട്ടു നൽകാൻ US സമ്മതിച്ചത് എന്നാണ് വിവരം. 2018 ഖത്തറിലുള്ള ഇറാന്റെ $6 ബില്യൺ വരുന്ന ആസ്തി US മരവിപ്പിച്ചത്. USും ഇറാനും തമ്മിലുണ്ടാക്കിയ തടവുകാരെ കൈമാറുന്ന കരാറിന്റെ ഭാഗമായി 2023 ഈ തുക ഇറാന് വിട്ടു നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ 2023 ഒക്ടോബറിൽ ഇറാന്റെ സഖ്യകക്ഷിയായ ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ജോ ബൈഡൻ ഭരണകൂടം ഫണ്ടുകൾ മരവിപ്പിച്ച് നീട്ടി. ഇറാന് ഭാവിയിലും ഈ പണം ലഭിക്കില്ല എന്ന് അന്ന് US വ്യക്തമാക്കിയിരുന്നു. ദക്ഷിണ കൊറിയയ്ക്ക് എണ്ണ വിറ്റതിലൂടെ സമ്പാദിച്ച പണമാണ് ഖത്തറിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2018 ഇറാനെതിരെ US വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് പണം ദക്ഷിണ കൊറിയയിൽ ബാങ്കുകളിൽ കുടുക്കിയത്. 2023 സെപ്റ്റംബറിൽ US ഇറാൻ തടവുകാരുടെ കൈമാറ്റത്തിനോട് ബന്ധപ്പെട്ടാണ് പണം ഖത്തറിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഇറാൻ കസ്റ്റഡിയിലെടുത്ത 5 US പൗരന്മാരെ കൈമാറുന്നതിന് പകരം ഇറാന് ഈ തുക വിട്ടു നൽകുകയും 5 ഇറാൻ തടവുകാരെ US വിട്ടയക്കുകയും ചെയ്യുമെന്നതായിരുന്നു കരാർ. മനുഷ്യത്വപരമായ കാര്യങ്ങൾക്ക് മാത്രമേ പണം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു USന്റെ നിബന്ധന. US ട്രഷറിയുടെ മേൽനോട്ടത്തിൽ ഇറാനിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷണം, മരുന്ന്, മെഡിക്കൽ ഉപകരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി അംഗീകൃത വിതരണക്കാർക്ക് മാത്രമേ ഈ പണം നൽകാവൂ എന്നും US അന്ന് വ്യക്തമാക്കിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ ആക്രമണം നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് വ്യക്തമാകുന്നത്.